ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ NS ബിനുവിനെ എറണാകുളത്ത് ഇന്നലെ സസ്പെൻഡ് ചെയ്തു. NS ബിനു കാക്കനാട് RTO ഓഫീസിലെ AMV ആണ്, ഓട്ടോമൊബൈൽ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിൽ യൂണിഫോം ഇടാതെ കാറെടുത്ത് മദ്യപിച്ച ശേഷം വണ്ടി ഡ്രൈവ് പോകുമ്പം വാഴക്കാല ജംഗ്ഷനിൽ രാത്രി 10 മണിക്ക് ശേഷം എത്തി. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഒഫൻസ് കണ്ടു. അദ്ദേഹത്തിന് പിടിച്ചില്ല. ഒഫൻസ് കണ്ട ഉടൻ നടപടിയെടുക്കുന്ന സ്വഭാവക്കാരനാണ് NS ബിനു. ഉടൻ നടപടിയെടുത്തു. താൻ മദ്യപിച്ചിട്ടുണ്ടെന്നോ യൂണിഫോം ഉണ്ടെന്നോ ഒന്നും ആലോചിച്ചില്ല. ഒഫൻസ് കണ്ട അങ്ങനെയാണ് ബിനു. അത് കണ്ടത് റോഡ് സൈഡിൽ ഒരു ഓട്ടോ നിർത്തിയിരിക്കുന്നു. അത് ആ ഓട്ടോയിൽ നിറയെ ആ മീൻ അതിന് ഓപ്പോസിറ്റുള്ള സ്റ്റോളിലേക്ക് മാറ്റുന്നു. രാത്രി 10-10:30 പൊതുജന ശല്യം അധികം ഇല്ലാതെ ഒക്കെയാണ് അതുങ്ങൾ ആ ഓട്ടോയിൽ മീൻ കൊണ്ടുവന്നത്. അതിനുശേഷം അവരുടെ സ്റ്റാളിലേക്ക് മാറ്റുകയാണ്. കൂലിക്ക് ഓടിച്ചുകൊണ്ട് വന്നതാകാം. ഓട്ടം കിട്ടാതെ വരുമ്പോൾ ധാരാളം ഓട്ടോറിക്ഷ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. പക്ഷെ പലർക്കും നിത്യവൃത്തിക്ക് നിവൃത്തിയില്ല. അപ്പോൾ രാത്രിയിലും അതുങ്ങൾ ഇതുപോലെയുള്ള ജോലികൾ ചെയ്യും. അതൊരു ഒഫൻസായിട്ട് കാരണം നിത്യവൃത്തിക്ക് പോകുന്നവരാണ്. അത് ഓട്ടോക്കാരനെ ആ ഓട്ടോയിൽ ട്രാവലേഴ്സ് അല്ലെങ്കിൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന ഓട്ടോയിൽ മീൻ കയറ്റി ഈ വാഴക്കാല ജംഗ്ഷനിൽ ഒരു കടയിൽ അങ്ങോട്ടേക്ക് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ തന്നെ NS ബിനു വണ്ടി അവിടെ നിർത്തി ചോദ്യം ചെയ്തു. അത് ഓട്ടോറിക്ഷ ചരക്ക് കയറ്റുന്നതിന് പ്രത്യേക ഓട്ടോറിക്ഷ ഉണ്ട്. ഇത് യാത്രക്കാർ കയറി ഇറങ്ങി പോകുന്ന ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയിൽ ചരക്ക് കയറ്റാൻ പാടില്ല. ഇപ്പം മീൻ കയറ്റി ഓപ്പോസിറ്റ് അവിടെ വാഴക്കാലെ മീൻ കയറ്റി നിൽക്കുന്ന ഓട്ടോ കണ്ടു. അദ്ദേഹം വാഹനം നിർത്തി ചോദ്യം ചെയ്തു. ഇദ്ദേഹം യൂണിഫോമും ഇല്ല, അത് തന്നെയല്ല ആരാണെന്ന് അവർക്കറിയില്ല, എന്തായാലും മദ്യപിച്ചിട്ടുമുണ്ട്. അത് കണ്ടപ്പം അത് അവരെ എതിർത്തു. അപ്പോൾ ആൾക്കൂട്ടം കൂടി. ഇയാളപ്പം പറഞ്ഞു 5000 രൂപ പെനാൽറ്റി അടിക്കാതെ വിടാൻ ഒക്കില്ല. ചരക്ക് കയറ്റുന്ന വണ്ടിയിൽ മാത്രമേ മീൻ കൊണ്ടുവരാൻ പാടുള്ളൂ. യാത്രക്കാർ നടത്തുന്നതിനകത്ത് മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5000 രൂപയുടെ പെനാൽറ്റി കെട്ടിവെക്കണം. ഈ ഓട്ടോയെപ്പറ്റി ധാരാളം പരാതികൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവരുടെ അടുത്ത് പറഞ്ഞത്. അത് വലിയ വിവാദമായി. ഇദ്ദേഹം മദ്യപിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്? ഡ്യൂട്ടി സമയമാണോ? അങ്ങനെ ഡ്യൂട്ടി സമയമാണോ യൂണിഫോം വേണ്ടേ? നിരവധി ചോദ്യങ്ങൾ നാട്ടുകാരവിടെ ഉയർത്തി. വാഴക്കാലെ കൂടി തടിച്ച ആൾ കൂടി ഇപ്പം പോലീസ് വന്നു. തൃക്കാക്കര പോലീസ് വന്നപ്പം പോലീസ് ആദ്യം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ഒപ്പം നിന്നു. കാരണം അദ്ദേഹം ഒരു ഒഫൻസ് കണ്ടെത്തുകയാണ്. പക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്, അത് ആണ് ആദ്യം പരിശോധിക്കേണ്ടത് എന്ന്. ഡ്യൂട്ടി സമയമാണോ? 24 hours ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ മദ്യപിച്ചിട്ട് റോഡിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. കാർ ഓടിച്ച് അദ്ദേഹം തന്നെ പല ആൾക്കാരെയും ഒഫൻസ് പിടിക്കുന്നതാണ്. മദ്യപിച്ച് കാർ ഓടിച്ചു കഴിഞ്ഞാൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ഇട്ട് FIR എടുക്കും പോലീസ്. അതുകൊണ്ട് അത് ചലഞ്ച് ചെയ്തു. ആദ്യം വൈദ്യ പരിശോധന നടക്കട്ടെ. തൃക്കാക്കര പോലീസിന് അതിന് വഴങ്ങേണ്ടി വന്നു. ആൾ കൂടി. ഇയാളെ അവർ ബ്രത്ത് അനലൈസർ വെച്ച് ഒന്ന് ഊതി നോക്കാൻ പറഞ്ഞു. മദ്യപിച്ചിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തറ അവിടെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇയാളുടെ ബ്ലഡ് എടുത്തു. എന്നിട്ട് ഇയാൾക്കെതിരായി ഒരു FIR ഇട്ടു. ബ്ലഡ് സാമ്പിൾ എടുത്ത് അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് നിലനിൽക്കും. പിന്നെ ഡ്യൂട്ടി സമയമാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നൂലാമാലകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതോടുകൂടി ഇയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം. ഇത് പോലീസിനും മോട്ടോർ വെഹിക്കിളുകാർക്കും ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കാക്കിയിട്ട് പോകുന്നവർ. നിങ്ങൾ കാക്കിയിട്ട് റോഡിൽ എവിടെ ഇറങ്ങിയാലും ആൾക്കാർ ശ്രദ്ധിക്കും. പോലീസുകാർ ഒരു പോലീസുകാരൻ യൂണിഫോം പോയി എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണാൻ പോകുന്നു, ഇതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻഡ് ഫോഴ്സിലുള്ള ആൾക്കാർ അതനുസരിച്ച് വേണം നടക്കാനും ഇരിക്കാനും. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും യൂണിഫോം ഒക്കെ ഇട്ടിട്ട് തറയായിട്ട് ഒക്കെ സഞ്ചരിക്കുകയും പെരുമാറുകയും
ചായക്കടകളിൽ കയറിയിരുന്ന് നിരങ്ങി ചായ കുടിക്കുന്നതൊക്കെ കാണാം. അതൊന്നും പണ്ടത്തെ കാലത്തൊന്നും അനുവദിക്കത്തില്ല. യൂണിഫോം അല്ലാത്ത സമയത്ത് ഊരി വന്ന് നിങ്ങൾ ചായക്കടയിൽ പോയി ചായ കുടിച്ചോ. ഒരു സർക്കാർ ജോലി ചെയ്യുന്ന ആൾ, യൂണിഫോം ഇട്ട് ചെയ്യുന്നയാൾ അതേ യൂണിഫോം ഇട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുന്നത് അത്ര നല്ലതല്ല. തമിഴ്നാട്ടിലൊക്കെ അടുത്ത കാലം വരെ അത് ഉണ്ടായിരുന്നു. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഓരോ കടയുടെ മുമ്പിൽ പിരിവ് കാശ് ചോദിച്ച് വാങ്ങുന്ന പഴയ കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ആ കാലഘട്ടങ്ങളൊക്കെ മാറി. ആ രീതിയിലുള്ള പെരുമാറ്റവും നല്ലതല്ല. ഡിസിപ്ലിൻ ഫോഴ്സ് അത് നല്ലതല്ല. 5000 രൂപ പെനാൽറ്റി അടയ്ക്കണമെന്നൊരു ഒഫൻസ് തോന്നിയതാണ് ഈ പ്രശ്നത്തിനെല്ലാം ഗുരുതരമായ ഭവിഷ്യത്തായത് ഉണ്ടായത്. കാരണം ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. ഇയാൾക്ക് ഇതിനു മുമ്പിൽ എന്തൊക്കെ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ 6 മാസം വരെ സസ്പെൻഷൻ നീണ്ടുപോകും. അതിനുശേഷം സർവീസിൽ കയറും. സർവീസിൽ കയറിയാലും വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഷെഡ് കയറ്റി ഇരുത്താനേ കഴിയുള്ളൂ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ലോക്കൽ പോലീസിലുള്ളവരും മദ്യപിച്ച് ഇതുപോലെ ജോലി ചെയ്യുന്നത് ഒരിക്കലും പൊതുജനം അംഗീകരിക്കത്തില്ല, ഗവൺമെൻറ് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാക്കനാട് RTO ഓഫീസിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈ രീതിയിൽ RTO ഓഫീസിലെ മേലധികാരി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് കണ്ടാൽ നടപടിയെടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇപ്പം മദ്യവെച്ച് റോഡിൽ കൂടെ കാർ ഓടിച്ച് വന്നതും അവിടെ അനധികൃതമായി തൻ്റെ അധികാരം വിനിയോഗിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടപ്പം ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ തീർച്ചയായിട്ടും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് സസ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള പൊതുജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ളവരെ പോസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് ആ കാര്യവും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രയോ പെറ്റി കേസുകൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മദ്യവെച്ച് കാർ ഓടിച്ചതിന് കൊടുത്തിട്ടുണ്ട്. ലോക്കൽ പോലീസിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം മദ്യവെച്ച് കാർ ഓടിച്ച ആ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തന്നെ സസ്പെൻഷനായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ, മദ്യപാനം ഉള്ളവർ അല്ലെങ്കിൽ മദ്യപശീലമുള്ളവർ ഒരിക്കലും ഓഫീസിൽ വരരുത്. അവരുടെ ഒഫീഷ്യൽ സമയത്ത് ആരെങ്കിലും ഓഫർ ചെയ്താൽ അത് വാങ്ങിച്ച് നക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കുടിയന്മാർക്കൊരു സ്വഭാവമുണ്ട്, അത് നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ മദ്യപിച്ചോളൂ. നിങ്ങൾ എവിടെയെങ്കിലും ലോഡ്ജ് മുറിയെടുത്ത് അവിടെ മദ്യപിച്ച് അടിച്ച് പൂസായി കിടന്നോ. പക്ഷേ പൊതുജനങ്ങളുടെ നേരത്ത് കുതിര കയറരുത്. ഇപ്പം അങ്ങനെയാണ് പൊതുജനങ്ങളുടെ നേരത്തെ ഒരു കുതിര കയറി. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കണ്ണടയ്ക്കേണ്ടി വരും. കാരണം പാവങ്ങൾ അവർ രാത്രിയിൽ ഓട്ടം കിട്ടാതെ വരുമ്പോൾ ചിലപ്പം കുറച്ച് സാധനം കയറ്റി അപ്പുറത്ത് ഇറക്കും. അത് ട്രാവലേഴ്സ്, അത് യാത്രക്കാർ യാത്ര ചെയ്യുന്നതാണ്. രണ്ടും രണ്ട് രീതിയിലുള്ള ഒഫൻസുകൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഗുഡ്സ് കയറ്റിയാലും പ്രശ്നം. ചെറിയ രീതിയിലൊക്കെ ഗുഡ്സ് ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നവർ കൊണ്ടുപോകുന്നതൊക്കെ കാണാം. അതൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്തെന്ന് വരും. അതിനകത്ത് ചില കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം വേണം. സർക്കാരിന് പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലിയല്ല. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഓർമ്മ വേണം എന്ന് മാത്രമേ ഇത്തരണത്തിൽ ഞാൻ പറയുന്നുള്ളൂ.